ശ്രീ ആരിഫ് ഹുസൈൻ, ഞാൻ ശ്രീ ഹസ്കർ പറഞ്ഞതിലേക്ക് വരികയാണ്. ഇറാൻ ചെയ്ത പ്രവർത്തനങ്ങളെ തീവ്രവാദമായി ചിത്രീകരിച്ചുകൊണ്ട് അതിനെ ആക്രമിക്കാൻ ഇസ്രയേലും തുടർന്ന് അവരുടെ തലയിൽ തച്ചുടച്ചുകൊണ്ട് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറുമായി US വരികയും ചെയ്തു. ആ ഒരു വ്യാഖ്യാനത്തിനൊരു മറുപടിയാണ് എനിക്ക് ആദ്യം വേണ്ടത്. ഈ രാജ്യാന്തര പൊളിറ്റിക്സിലേക്ക്, ഗ്ലോബൽ പൊളിറ്റിക്സിലേക്ക് നമുക്ക് തിരിച്ചെത്താം. ശ്രീ ആരിഫ് ഹുസൈൻ, ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് ഒരു തട്ടിപ്പാണ്. അതാണ് എനിക്ക് തുടക്കത്തിലേ പറയാനുള്ളത്. അങ്ങനെ പറയുമ്പോൾ ക്ഷമിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഹസ്കർ ഇവിടെ പറഞ്ഞപ്പോ ഇത് ഒക്ടോബർ 7-ന് ശേഷം ഉണ്ടായിട്ടുള്ള എന്തോ ഒരു വിഷയമാണ് എന്നൊരു തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട്, അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഓക്കെ, അപ്പോൾ ഒക്ടോബർ 7 ആയിരിക്കില്ല, ഏതെങ്കിലും 2000 BC മുതലുള്ള ഏതെങ്കിലും പ്രശ്നത്തെ കുറിച്ചായിരിക്കും പറയാൻ പോണത് എന്ന ആ ഒരു സന്തോഷത്തിൽ അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അദ്ദേഹം കൊണ്ടെത്തിക്കുന്നത് എവിടെയാണ്? അദ്ദേഹത്തിന് സൗകര്യപൂർവ്വമുള്ള ഒരു പോയിന്റിൽ ഹിസ്റ്ററിയിൽ കൊണ്ടുപോയി നിർത്തുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുന്നു. ഞാൻ പറയുന്നത് അവിടെ നിന്ന് പിന്നോട്ട് പോകണം. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്നും ഈ ഇസ്രായേൽ പാലസ്റ്റൈൻ വിഷയം തുടങ്ങിക്കഴിഞ്ഞ അന്ന് മുതൽ നമ്മൾ പറയുന്ന കാര്യമാണ്, നിങ്ങൾ ചരിത്രം കുഴിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരമോ ഇതിനകത്തൊരു റീസണോ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾ തോക്കും. കാരണം എന്താണ്? പണ്ടേ ഉണ്ടായിരുന്നത് ജൂതനാണ്, പണ്ടേ ഉണ്ടായിരുന്നത് ഇസ്രായേലുമാണ് എന്നുള്ളതിന് വെറുതെ വായ്ത്താരി തെളിവ് മാത്രമല്ല, അവിടെ ഉള്ളത് ആർക്കിയോളജിക്കൽ എവിഡൻസ് അടക്കം നേരിട്ട് പോയി കണ്ട വ്യക്തിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറയുക എന്താണെന്ന് വെച്ചാൽ, ഇവിടെയുള്ള ഇടതുപക്ഷക്കാർ മുഴുവൻ ഒരു വണ്ടിയിൽ കയറ്റിയിട്ട് ഇസ്രായേലിലേക്ക് പറഞ്ഞു വിടുക, എന്നിട്ട് അവിടെയുള്ള ആ തെളിവുകൾ നേരിട്ട് കണ്ണിലും മുന്നിൽ കാണിച്ചു കൊടുക്കുക. ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. എന്നാലേ ഇവർക്ക് കാര്യം മനസ്സിലാവുള്ളൂ. ഇതൊന്നും അറിയാതെ ഇവിടെയുള്ള തെളിവുകൾ ഏതോ കിതാബിൽ എഴുതി വെച്ചതാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഇവിടെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കിതാബിലെ തെളിവുകളല്ല ഇവിടെ എടുക്കുന്നത്. ഇവിടെ കുഴിച്ചെടുത്താൽ പോലും കിട്ടുന്ന തെളിവുകൾ അതായിരിക്കുകയാണ്. ഇതൊന്നും പറയാതെയാണ് സത്യത്തിൽ ഇവിടെ ഇസ്രായേൽ അവരുടെ അസ്തിത്വം ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാനും അവരുടെ ആ ഒരു ജൂയിഷ് ഹോംലാൻഡ് എന്ന് പറയുന്ന ഐഡിയ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നേരിട്ടിട്ടുള്ള പ്രോസിക്യൂഷൻ, അത് കാലങ്ങളായിട്ട്, അത് സയനിസം വരുന്നത് മാത്രമൊന്നുമല്ല, അതിനും കാലങ്ങൾക്ക് മുന്നേ തന്നെ അവരുടെ ചരിത്രപരമായിട്ട് അവർ നേരിട്ടിട്ടുള്ള ഈ ആട്ടി ഓടിക്കലുകളെ കുറിച്ചുള്ള ആ ഓർമ്മകൾ കൊണ്ട് നടക്കുകയും അതിന്റെ ഇരകളായിട്ടുള്ള ആളുകളായിട്ട് ജീവിക്കുമ്പോൾ അത് ഓരോ കാലഘട്ടത്തിൽ അവർ പേറി നടക്കുകയും പിന്നീട് ആധുനിക കാലത്തേക്ക് വരുന്ന സമയത്ത്, ആധുനികം എന്ന് പറയുമ്പോൾ ഈ സയനിസം വരുന്ന കാലത്തേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും യൂറോപ്പിലേക്ക് പോയിട്ടുള്ള ആളുകൾ ഇത് കാണുന്ന മുറയ്ക്ക്, ഇത് നേരിടുന്ന മുറയ്ക്ക് അവർ പിന്നെയും ഈ പറയുന്ന തിരിച്ച് നമ്മുടെ ആ ഹോംലാൻഡ് തന്നെ രക്ഷയുള്ളൂ, നമ്മൾ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് കാര്യമില്ലോ, ആട്ടി ഓടിക്കപ്പെടുമ്പോൾ അതിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ് ആ ഹോംലാൻഡ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ അതിന് കൃത്യമായിട്ട് അവരുടെ ബേസിസ്, അത് അവരുടെ വാക്കുകൾ ആ പേരിൽ തന്നെ ഉണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന പേര്, ജെറൂസലം എന്ന് പറയുന്ന പേര്, സയനിസം എന്ന് പറയുന്നില്ല, സയോൺ എന്ന് പറയുന്നത് എന്താണ്? ജെറൂസലമിന്റെ പേരാണ് ഈ സയോൺ എന്ന് പറയുന്നത്. ഇതുപോലും മനസ്സിലാക്കിയതാണ് ഇവിടെ കിടന്ന് തള്ളുന്നത്. അതേപോലെ ഇപ്പോൾ ജൂദയ ആൻഡ് സമറിയ എന്ന് പറയുമ്പോൾ വെസ്റ്റ് ബാങ്ക്, അതിന്റെ പേരാണ് ആ കിടക്കുന്നത്. അപ്പൊ ജൂത എന്നൊക്കെ പറയുമ്പോൾ ഈ ജൂത എവിടുന്നാ വരുന്നത്? അതുപോലും അറിയാതെയാണ് സത്യത്തിൽ ഈ പറയുന്ന സംഗതി ഇവിടെ പണ്ട് ഉണ്ടായിരുന്നത് പാലസ്റ്റൈൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട്. പാലസ്റ്റൈൻ ആണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതിന്റെ ഒരു തെളിവ് പോലും നിങ്ങൾക്ക് കിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ എന്ത് തെളിവുണ്ടെന്നാൽ അത് പരിശോധിച്ച് അത് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണെന്ന് എത്ര കാലമായിട്ട് പറയുന്നു. ഒരു തെളിവ് പോലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. കുക്ക്ഡപ്പ് ആയിട്ടുള്ള ഒരു സാധനം 1967 ശേഷം മാത്രം പറഞ്ഞു തുടങ്ങിയ ഒരു സാധനമാണ് ഈ പാലസ്റ്റൈൻ എന്ന് പറയുന്നത്. അത് അറബ് ഈ പറയുന്ന ഇന്ന് കാണുന്ന ലെവലിൽ പറഞ്ഞു തുടങ്ങി. അതിനു മുന്നേ ഈ പാലസ്റ്റൈൻ എന്ന് പറയുമ്പോൾ 48 ഇസ്രായേൽ അവിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് അതിന് തൊട്ടടുത്ത ദിവസം യുദ്ധവുമായിട്ട് ഇറങ്ങിയപ്പോൾ അന്നത്തെ പത്ര തലക്കെട്ടുകളിലുള്ള വാർത്ത തന്നെ എന്താണ്? അറബ്സ് അറ്റാക്സ് പാലസ്റ്റൈൻ എന്നായിരുന്നു അന്നത്തെ തലക്കെട്ട് പോലും. എന്ന് വെച്ചാൽ അറബികൾ അന്ന് അറ്റാക്ക് ചെയ്തത് പാലസ്റ്റൈനെയാണ്. പിന്നെ എപ്പോഴാണ് ഈ പാലസ്റ്റൈൻ അറബികളായിട്ട് മാറിയത്? ഇത് നിങ്ങൾ ചോദിക്കണം. അങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും ഇത് വളച്ചൊടിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടിയാണ്. ഇവിടെ യാസർ അറാഫത്തിനെ ഇവിടെ വലിയൊരു വെള്ളരിപ്രാവായിട്ട് ചിത്രീകരിക്കുന്ന കണ്ട്. യാസർ അറാഫത്താണ് ഈ ഇന്തിഫാദയും അതുപോലുള്ള സാധനങ്ങൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ അതിന്റെ ആദ്യ വക്താവ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ ആ നിലയ്ക്ക് പോയിക്കൊണ്ട് ആ ജനതയെ ആ ഇത്തരം വലിയൊരു കുഴപ്പത്തിലേക്ക് കൊണ്ട് എത്തിച്ച് അവരെ ജീവിതം ഇതുപോലെ വലിയൊരു ബുദ്ധിമുട്ടിലാക്കി മാറ്റി ആ പ്രശ്നത്തെ സങ്കീർണമാക്കിയതിനു ശേഷം ഓരോ മുന്നിൽ വന്നിട്ടുള്ള ഓരോ സമാധാന ശ്രമത്തെയും തട്ടിക്കളഞ്ഞ് ഇന്തിഫാദ എന്നും പറഞ്ഞിറങ്ങി. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഓസ്ലോ അക്കോർഡ്സ് 93 അവിടെ പറയുമ്പോൾ, അവിടെ ഒപ്പുവെക്കുന്ന സമയത്ത് അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി. അപ്പൊ അന്ന് യാസർ അറാഫത്ത് ജോനാസ്ബർഗിൽ വെച്ച് പറഞ്ഞത് എന്താണ്? ഇത് വെറും ഒരു ഹുദൈബിയ സന്ധിയാണ് എന്ന് പറഞ്ഞ് അറബികളെ സമാധാനിപ്പിക്കുന്നതാണ്. എന്താണ് ഈ ഹുദൈബിയ സന്ധി? മുഹമ്മദ് നബി ചെയ്തു വെച്ച സാധനമാണ്. ഒരു കള്ളത്തരം, ഒരു വഞ്ചിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ കരാറ്, സമയം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ കരാറ്. എന്നിട്ട് അവിടെ ചെയ്തത് എന്താണ്? ഇത് ലംഘിച്ചുകൊണ്ട് വീണ്ടും യുദ്ധത്തിലേക്ക് ഇന്തിഫാദ 2 എന്ന് പറഞ്ഞിറങ്ങി. ഇതാണ് ഉണ്ടായത്. അങ്ങനെ അവസാനം എല്ലാം കഴിഞ്ഞ് വാള് താഴെ വെക്കുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ ഈ ഹമാസ് അവിടെ ഉദയം ചെയ്യണം. എന്താണ് അവർ പറഞ്ഞ കാരണം? അവർ പറഞ്ഞത് ഈ പറയുന്ന യാസർ അറാഫത്തിന്റെ നേതൃത്വത്തിൽ അവർക്ക്
അവർക്ക് തീവ്രത പോരാ, അവർ തീവ്രത കുറഞ്ഞ അവർ സമാധാനത്തിന്റെ പാതയിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിനി വീണ്ടും പുതിയ ഇന്തിഫാദയുമായിട്ട് ഇറങ്ങാന്ന് പറഞ്ഞാണ് അവർ ഇറങ്ങിയത്. അതാണ് ഇന്ന് നമ്മൾ ശ്രീ ആരിഫ് ഹുസൈൻ, ഞാൻ അങ്ങയിലേക്ക് വരാം. സമാന ഒരു ഉദാഹരണം കേരളത്തിലും ഉണ്ടായിരുന്നല്ലോ അല്ലെ? മുസ്ലിം ലീഗിന് തീവ്രത പോരാത്തത് കൊണ്ട് PDP ഉണ്ടാവുകയും NDA ഉണ്ടാവുകയും പിന്നെ മറ്റു പലതുമായി മാറുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടത്. ഇത് ആഗോളം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അങ്ങയിലേക്ക് വരാം.